സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ രാഹുൽ ഗാന്ധി ഇപ്പോൾ വലിയ ഹൈപ്പിൽ നിൽക്കുകയാണ്. അദ്ദേഹം ബീഹാറിൽ വോട്ട് ചോരി, അതായത് വോട്ട് ചോർച്ചയുടെ പരിപാടിയുമായി, കള്ളവോട്ടിൻ്റെ പരിപാടികളുമായിട്ട് വലിയ റാലികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3 ലക്ഷം വോട്ടർമാർക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അവിടെ കുടിയേറ്റക്കാരുടെ പക്കൽ ഇന്ത്യൻ തിരിച്ചറിയൽ കാർഡുകൾ വേണം എന്നുള്ളൊരു വിവരം കണ്ടിരിക്കുന്നു. അപ്പോൾ വ്യാപകമായി അവിടെ കൃത്രിമം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ചില സൂചനകളാണ് വരുന്നത്. സുപ്രീം കോടതി ഇതുമായി സംബന്ധിക്കുന്ന കേസ് തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ്. ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവർ എതിർപ്പ് അറിയിക്കുവാനുള്ള സമയപരിധി നീട്ടണമെന്ന ആവശ്യം സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. RJD ആണ് ഹർജി നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ 1 നിന്ന് സെപ്റ്റംബർ 15 നീട്ടണമെന്നാണ്. അതായത് സെപ്റ്റംബർ 1 വരെ ആയിരുന്നു ഇതിൻ്റെ ആക്ഷേപമെല്ലാം കേൾക്കാൻ സമയം കൊടുത്തിരുന്നത്. അത് 15 വരെ നീട്ടണമെന്നുള്ളതാണ്. വോട്ടർ പട്ടികയിൽ ഇടം നൽകാൻ ആധാർ കാർഡ് സ്വീകരിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശത്തിന് ശേഷം കമ്മീഷന് മുന്നിൽ വന്ന അപേക്ഷകരുടെ എണ്ണം വർദ്ധിച്ചുവെന്നും അതിനാൽ കൂടുതൽ സമയം ആവശ്യമുണ്ടെന്നാണ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. അത് RJDയുടെ ഡിമാൻഡാണ്. ആധാർ കാർഡും റേഷൻ കാർഡും അതുപോലെ താമസ സർട്ടിഫിക്കറ്റും എന്നിവ കണ്ടെത്തി പിന്നെ ഈസ്റ്റ് ചമ്പാരൻ, വെസ്റ്റ് ചമ്പാരൻ, മധുബനി, കിഷൻഗഞ്ച്, പൂർണിക, കട്ടികാർ, അരാരിയ, സുപൗൽ ജില്ലകളിലാണ് ക്രമക്കേടുകൾ ഏറെയും. 7 ദിവസത്തിനകം അധികൃതർക്ക് മുന്നിൽ ഹാജരാകാനും വിശദീകരണം നൽകുവാനുമാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. 3 ലക്ഷം പേർക്കാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അതിൽ പരിശോധന നടത്തി ആഗസ്റ്റ് 1 മുതൽ രേഖകളുടെ പരിശോധന ആരംഭിച്ചത്. ഇന്ന് അവസാനിക്കും. പക്ഷേ അവസാനിക്കുമ്പോഴും അത് തീർന്നിട്ടില്ല. അത് 15 ദിവസത്തേക്കൂടെ നീട്ടണം എന്നുള്ളതാണ് ഡിമാൻഡ്. തീർച്ചയായിട്ടും എന്തായാലും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടന്നതായി പറയുന്നു. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അതിനെ തുടർന്നാണ് രാജ്യത്താകെ ഈ പ്രശ്നമുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ ചർച്ചകളും പ്രസൻറ്റേഷനും ഒക്കെ നടന്നത്. എന്തായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ ഇത് സ്വാധീനിക്കുമോ? ബീഹാറിലെ പ്രാദേശിക പാർട്ടികളും കോൺഗ്രസും കൂടെ നിന്നുകൊണ്ട് നിതീഷ് കുമാറിനെയും BJPയെയും പിടിച്ച് കെട്ടുമോ എന്നുള്ള പുതിയ രാഷ്ട്രീയവും ബീഹാറിൽ നിന്ന് ചർച്ചയ്ക്ക് വരുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം ബീഹാർ രാഷ്ട്രീയം എങ്ങോട്ട് തിരിയും. അങ്ങനെ തിരിയുന്നതിൽ വോട്ട് ചാരി അല്ലെങ്കിൽ ഈ കള്ളവോട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിലെ തിരിമറി സ്വാധീനിക്കുമോ എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഇനി ആരെങ്കിലുമൊക്കെ ജയിച്ചാലും വീണ്ടും കോടതിയിൽ പോകാൻ സാധ്യതയുണ്ട്. തോറ്റവർ സുപ്രീം കോടതിയിലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബീഹാറിലെ ജനാധിപത്യം വളരെ വല്ലാത്ത രൂപത്തിൽ മാറിമറിഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെയാണ് ഇതിനകത്ത് പണിയെടുക്കുന്നത്. എവിടെയാണ് ഈ അട്ടിമറി നടന്നത്? ആരാണിത് അട്ടിമറിച്ചത് എന്നുള്ളത് വളരെ ഗൗരവതരമായ വിഷയമാണ്. എന്തായാലും ജനാധിപത്യത്തിൽ യഥാർത്ഥ വോട്ട് ചെയ്യാതിരിക്കുന്നതിനേക്കാളും, ഒരാൾ പോയി വോട്ട് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ പാപമാണ്, തെറ്റാണ് കള്ളവോട്ട്, പ്രോക്സി വോട്ട്. ഒരാളിന് വേണ്ടി മറ്റൊരാൾ പോയി വോട്ട് ചെയ്യുന്നതും, ഇല്ലാത്ത പേരിൽ വോട്ട് ചേർക്കുന്നതും, സ്ഥലത്തില്ലാത്തവരുടെ പേരിൽ വോട്ട് ചേർക്കുന്നതും, ഒരേ പേര് തന്നെ പല മണ്ഡലങ്ങളിൽ ചേർക്കുന്നതും പല പഞ്ചായത്തുകളിൽ ചേർക്കുന്നതുമൊക്കെ ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. അത് ഇന്ത്യയിൽ നടക്കുന്നെങ്കിൽ അത് ജനാധിപത്യത്തിനേൽക്കുന്നൊരു കളങ്കമാണ്. അതുണ്ടാവാൻ പാടില്ല. അത് ഏത് പാർട്ടി എവിടെ ഭരിച്ചാലും, കേന്ദ്രത്തിലാര് ഭരിച്ചാലും, സംസ്ഥാനങ്ങളിലാര് ഭരിച്ചാലും, പഞ്ചായത്തിലാര് ഭരിച്ചാലും അത് ഈ രാജ്യത്ത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് കർശനമായ നിലപാടെടുക്കേണ്ടി വരും. തീർച്ചയായും ബീഹാർ തെരഞ്ഞെടുപ്പ് എങ്ങോട്ട് പോകും, ഏത് ദിശയാണ് അതിൻ്റെ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല. പക്ഷേ രാഹുൽ ഗാന്ധി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല പങ്കാളിത്തമുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ മോഡി ഇറങ്ങുമ്പോൾ, നിതീഷ് കുമാർ ഇറങ്ങുമ്പോൾ ഇതിൻ്റെ പങ്കാളിത്തം ഇരട്ടിയാകുമോ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മാറും നമുക്കറിയില്ല. അത് ജനങ്ങളാണ്. അവർ എല്ലായിടത്തും പോവുകയും ചെയ്യും, കാണുകയും ചെയ്യും. ആർക്ക് വോട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന രീതിയെല്ലാം നമ്മൾ കാണുന്നു. എന്തായാലും ബീഹാറിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.